സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഇതാണ് മുർഷിദാബാദിൽ അങ്ങോട്ടാണ് നമ്മളിത് എൻട്രൻസ് ആണ്, മുർഷിദാബാദിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ കാണാനുള്ള വെച്ചാൽ കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ്. പണ്ടത്തെ കുറേ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ കുറേ മസ്ജിദ് കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയുള്ള സ്പോട്ടുകൾ നമ്മൾ കുറേ സ്ഥലത്ത് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതും കൂടെ ഒന്ന് കവർ ചെയ്യാം. നമ്മൾ ഇത്ര നേരം ഉണ്ടായത് ഒരു നദിയ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിസ്ട്രിക്റ്റാണ് മുർഷിദാബാദ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ പഴയൊരു ബോർഡ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കാണാനുള്ള സ്പോട്ടുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ സെർച്ച് ചെയ്ത് ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഒരുപാട് ലോറികളുണ്ട്. എന്തെല്ലാം കച്ചറാന്ന് പറഞ്ഞിട്ട് എന്താ ഉണക്കാനിട്ടാന്ന് തോന്നുന്നു. ടൗണൊന്നും തീരെ നീറ്റില്ല കേട്ടോ. ഭയങ്കര കച്ചറയാണ്. സ്മെല്ല് എന്നെല്ലാം പറഞ്ഞാണ്ടല്ല, സെപ്റ്റിക് ടാങ്ക് മണക്കുന്നു ഇങ്ങോട്ടല്ല, അമ്മാതിരി സ്മെല്ലാണ്. കുറേ റോഡ് പണിയും കാര്യങ്ങളെല്ലാം ആണ്. നല്ല നമ്മൾ ബർഹംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തല്ല കേട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിലിഗുരി സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളി ഒരു ലൊക്കേഷൻ കിട്ടും. നല്ല ഇവിടെ ഇഷ്ടംപോലെ നല്ല സ്ഥലങ്ങളുണ്ട്. ലാൻഡ്സ്കേപ്സ് അടിപൊളിയാണ്. ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളുണ്ട്. ഒരു മഴയൊക്കെ പെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുമെന്ന് അറിയില്ല. ഞാൻ പിന്നെ കുറച്ച് വണ്ടിയൊക്കെ സൈഡാക്കി ഒന്ന് പയ്യ റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. നല്ല എന്തൊക്കെയോ കൃഷിയാണ് ഇവിടെ. കഞ്ചാവിൻ്റെ പോലത്തെ കുറേ ചെടിയൊക്കെ കാണുന്നുണ്ട്, പക്ഷെ കഞ്ചാവൊന്നുമല്ല, വേറെന്തോ ആണ്. അടിപൊളി ലൊക്കേഷൻ അല്ലേ, കിടിലൻ സ്ഥലമാണ്. ഒരു മൈക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ സൗണ്ട് കുറച്ച് നോയ്സ് കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും. നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. മുർഷിദാബാദിലേക്ക് ഇവിടുന്ന് ഇനി ജസ്റ്റ് ഒരു 14 കിലോമീറ്ററേ ഉള്ളൂ. 14 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. പിന്നെ അവിടെ നമുക്ക് കുറേ മസ്ജിദ്, പഴയത്തെ കുറേ എന്താ പറയുക, കുറേ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെയാണ്. പഴയ പാലസ്, മ്യൂസിയം, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണാനുണ്ട്. മഴ തുടങ്ങി കേട്ടോ ചെറിയ രീതിയിൽ. അപ്പോൾ നേരെ മുർഷിദാബാദ് പിടിക്കാം. അതിനിടയ്ക്ക് ഒന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി സൈഡാക്കാനുണ്ട്. മഴ തുടങ്ങി. നല്ല കിടിലം പോലത്തെ സ്പോട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ല കാറ്റുണ്ട്. തുറന്ന് കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. നല്ല കാറ്റും തണുപ്പുണ്ട് കേട്ടോ. പൊളിയാണ്. പക്ഷെ എന്താ ചെയ്യുക, ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, നല്ല കാറ്റായതുകൊണ്ട്.
മഴയും പെയ്യുന്നുണ്ട്. അതിനൊരു സെറ്റപ്പ് ഉണ്ടാക്കണമായിരുന്നു വണ്ടിയിൽ, അത് ഞാൻ ഓർത്തില്ല. നമുക്ക് സൈഡിൽ ടാർപ്പായമായി കെട്ടേണ്ടി വരും. മഴ എന്നെല്ലാം പറഞ്ഞാൽ യമ്മാതിരി മഴ കേട്ടോ. എൻ്റെ വണ്ടിയെല്ലാം കിടന്ന് കുലുങ്ങുന്നു, യമ്മാതിരി കാറ്റ്. ഇവിടുത്തെ ചെടിയെല്ലാം മറ്റേ വീണ് പോകാൻ സംശയമുണ്ട്. നല്ല കാറ്റ്, വണ്ടി അറിയുന്നു, വണ്ടിക്ക് കറക്റ്റ് കാറ്റ് പിടിക്കുന്നുണ്ട്. ഇവിടെ പൊട്ടി പോകാനൊന്നുമില്ല, അതുകൊണ്ട് നല്ല തന്നെ. നമ്മള് ഉൾനാടിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇവിടെ കുറച്ച് മറ്റേ പഴയ മോണമെന്റ്സ് എല്ലാം കാണാൻ കേട്ടോ. അപ്പോൾ അത് കാണാനുള്ള പോക്കാണ്. വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ വില്ലേജ്. ടൗൺ ഏരിയയിൽ അത്യാവശ്യം അടിപൊളിയാണ്, പക്ഷേ ഇത് ഉള്ളിലേക്ക് വരുമ്പോൾ അവസ്ഥകളെല്ലാം വളരെ പരിതാപകരമാണ്. റോഡ് എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല, ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനമൊന്നും കണ്ടിട്ടില്ല. ഫുൾ ഓഫ് റോഡ് തന്നെ കേട്ടോ. പഠിക്കുന്നു. റോഡുകളെല്ലാം വളരെ 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 മിസ്റ്റേക്കാണ്. നമുക്ക് പ്രശ്നമില്ല, എന്നാലും ഇപ്പോൾ ഒരു മഴയും തുള്ളി, അത് മഴ കൂടിയിട്ടേ ഇല്ലൂ. ഇന്നത്തേക്കനെ റോഡിൻ്റെ കാര്യം പോയി. ഇത് ഷോർട്ട് കട്ടാകാനാണെന്ന് തോന്നട്ടാ. എങ്ങോട്ടാ പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് കാണിച്ചിരുന്ന വഴിയിൽ അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫുള്ള് മാവും തോട്ടം, പിന്നെ കൃഷിസ്ഥലങ്ങൾ, ചെറിയ ചെറിയ അങ്ങനെയൊക്കെയാണ് കേട്ടോ. കൊള്ളാം. അതുപോലെയുള്ള ചെറിയ ചെറിയ കൃഷിസ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഫുള്ള് ഗ്രീനറി എന്ന് പറയാം. കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. ഒറീസ ആയാലും എവിടെയെല്ലാം ആയാലും നല്ല അത്യാവശ്യം നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതെന്ത് കൃഷിയാണെന്ന് മനസ്സിലാവുന്നില്ല. അതൊരു ചപ്പാണ്, വേറെ കായ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ നാടെല്ലാം കയറി വരണം, എന്നാലേ ഇങ്ങനത്തെ നല്ല കാഴ്ചകളൊക്കെ കിട്ടുമല്ലോ. ഹൈവേയിലെ പോയാലും നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കിട്ടൂല. ടോളെല്ലാം വെട്ടിച്ച് വരണം. അടിയുലഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ്. ഈ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു റിക്ഷയാണ് കേട്ടോ ഇത്. നമ്പർ പ്ലേറ്റ് കാര്യമൊന്നുമില്ല, പക്ഷേ മോട്ടറാണ്, ഡീസലാണ്. സാധനം കൊള്ളാം, അത്യാവശ്യം സാധനം വലിച്ചിട്ട് പോകും. ഗുജറാത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എൻഫീൽഡിനെ കൊണ്ടാക്കിയ കുറേ സാധനങ്ങൾ. പക്ഷേ ഇത് എൻഫീൽഡല്ല, പക്ഷെ വേറെ ഏതോ എഞ്ചിനാണ്. പിയാജോൻ്റെ ഉള്ള സാധനം പോലെ ഉണ്ട്, പക്ഷെ അത്യാവശ്യം ലഗേജ് എല്ലാം വലിക്കുന്നുണ്ട്. ബൈക്ക് പോലത്തൊരു എല്ലാം കാണാൻ പറ്റും. ഇതേപോലെയുള്ള ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. ഇതൊക്കെ ഏത് വണ്ടിയാണെന്ന് അറിയാൻ പറയാൻ പറ്റുമോ? എല്ലാം കസ്റ്റമൈഡ് വെഹിക്കിളാണ് കേട്ടോ. സ്വന്തമായിട്ട് വണ്ടി വെൽഡെല്ലാം ചെയ്തുണ്ടാക്കി, നമ്പർ പ്ലേറ്റ് കാര്യമൊന്നുമില്ല, അങ്ങനത്തെ ഒരു വണ്ടി. ചെറിയ ഗ്രാമങ്ങളാണ് കേട്ടോ ഫുള്ള്. പാത്രം വെക്കുന്ന ചെറിയ ചെറിയ വണ്ടിയുള്ളതാണ്.
ഗൂഗിളമ്മച്ച് പണി തന്നതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു ഗാർഡനെല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ റോട്ടിലെല്ലാം പോയിട്ട് ഒരു ഗാർഡൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം. നമ്മളുള്ളത് ഹൗസ് ബാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടാ. ഇതിപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഒരു വില്ലേജിൻ്റെ ഉള്ളിലാണ്. വളരെ പഴയ സാധനം കേട്ടോ. ഓ മാൻ, ഒടുക്കത്തെ കാറ്റ്. ഓ ഇപ്പം എന്നെ കൊണ്ട് പോകാൻ സംശയമുണ്ട്. അമ്മാതിരി കാറ്റ്. എൻട്രി ഉണ്ടെന്ന് അറിയില്ല, നോക്കട്ടെ. നല്ല പഴക്കമുണ്ട് കേട്ടോ. ദി ഗാർഡൻ ഓഫ് ഹാപ്പിനെസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കേട്ടോ. ഞാൻ വരുമ്പോഴത്തേക്ക് ഒടുക്കത്തെ കാറ്റും മഴയിലാണ്. നോക്കാം നമുക്ക്. ഇതിനകത്തേ കൂടെ കയറാനുള്ള സ്ഥലമുണ്ട്. ഞാൻ പിന്നെ ചുറ്റും കാണാലോ വെച്ചിട്ട് പയ്യെ ഇറങ്ങിയതാ. ഇതിനുള്ളിലൊരു ശവകുടീരമുണ്ട് കേട്ടോ, തോമ്പ്. അപ്പോൾ അതുകൂടെ നമുക്ക് കാണാനുണ്ട്. അന്നത്തെ നവാബായിട്ടുള്ള ആളുടെ ഒരു തോമ്പാണ് സംഭവം. കൊള്ളാം. ഡൽഹി ജമാ മസ്ജിദിൽ ഉണ്ടാക്കിയ കാലത്ത് ഉണ്ടാക്കിയെന്നൊക്കെയാണ് ബോർഡിൽ പറയുന്നത്. ഒക്കെ ശവകുടീരങ്ങൾ തന്നെ കേട്ടോ. ഇവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് ശവകുടീരങ്ങൾ കാണാൻ പറ്റും. അന്നത്തെ നവാബായിട്ടുള്ള അലീബർദി ഖാൻ്റെയും അവരുടെ ഫാമിലീൻ്റെയും ഒരു പിന്നെ ശവകുടീരങ്ങളാട്ടോ ഇതിനകത്ത് ഉള്ളതല്ല. അപ്പോൾ ഒരു ഫാമിലി ഫുൾ ഇതിനകത്തുണ്ട്. ഇവിടെയാണ് നമ്മളെ ശരിക്കും ഉള്ള സംഭവം വരുന്നത് കേട്ടോ. അതൊക്കെ ക്ലോസ്ഡ് ആണ്, പക്ഷേ ഓ ബ്യൂട്ടിഫുൾ. ഇതിനകത്തുള്ളതെല്ലാം ആളുടെ ഫാമിലിയാണ് കേട്ടോ. ഇങ്ങനത്തുള്ള ഫാമിലീൻ്റെ ശവകുടീരങ്ങളാണ്. ഇതാണ് മെയിൻ. കൊള്ളാം. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി കേട്ടോ. മാർബിൾ കാര്യമൊന്നുമല്ല, സാധാ ഒരു ഇതും കൊണ്ടാക്കിയത് തന്നെയാണ്. പക്ഷെ അധികം ആരും വരാത്തൊരു സ്ഥലം കേട്ടോ. ഇതിലാണ് ഫാമിലീൻ്റെ എല്ലാം ശവകുടീരലുള്ളത്. ഇതിനകത്ത് മിഡിലെല്ലാമായിട്ട് കുറേ സാധനങ്ങളുണ്ട്. അച്ഛന്, അമ്മ, ഉപ്പ, ഉമ്മ, ബാക്കി അവരെല്ലാം. ഓക്കെ, അകത്തൊന്നും ഒന്നുമില്ല. അകത്ത് നമുക്ക് കയറാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഇത് ചെറിയൊരു വാട്ടർ സ്റ്റോറേജ് ആണ്. പണ്ടത്തെ കാലത്തെല്ലാം ഇങ്ങനെയാണ് വാട്ടർ സ്റ്റോറേജ് ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഇതുപോലെ കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കാം. കൊള്ളാം. എനിക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു. വളരെ ഇടുങ്ങിയ സ്ഥലമാണ്. ഒരു വണ്ടി വരാൻ ഞാൻ കഷ്ടപ്പെട്ടൊക്കെ എനിക്ക് അറിയില്ല. ഒരു ചെറിയ ഓട്ടോറിക്ഷ വന്ന വഴിയിലല്ല ഞാൻ അങ്ങനെയെല്ലാം എടുത്തിട്ട് വന്നത്. അപ്പോൾ ഇനി അടുത്ത സ്ഥലം പിടിക്കണം. ഇതൊരു ചെറിയൊരു ഗാർഡൻ കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ടൗൺ ഏരിയയിലായിരിക്കുന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അല്ല, വളരെ ഉള്ളിലേക്കാണ്. ചെറിയൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ, അതായത് ഒരു ഓട്ടോ പോലും പോകാത്ത റോഡിലെ കൂടി ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടാണ് വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ അത് പറയാണ്ടിരിക്കുന്ന വേദം. ഒരു സൈക്കിൾ വന്നാൽ സൈഡ് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തെ കൂടിയാണ് നമ്മൾ വന്നത് കേട്ടോ. എന്തായാലും ഒരു ചെറിയൊരു മൊണമെൻ്റാണ്. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു ശവകുടീരാണ്. നമുക്കിനി അടുത്ത സ്പോട്ട് പിടിക്കാം. നമുക്കിവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. എല്ലാ സ്പോട്ടും 1 by 1 ആയിട്ട് പിടിക്കാം. ഈ ബാക്കിൽ കാണുന്ന ഇതിൻ്റെ പിന്നെ അകത്താണ് പിന്നെ ഇവിടെ ഫാമിലി കാര്യങ്ങളൊക്കെ അടക്കിയിരിക്കുന്നത്. കൊള്ളാം. അടക്കിയതെന്നല്ല, അവരൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു മഴ തുടങ്ങി. ഞാനിതാ നേരെ നോക്കി നമ്മളെ വണ്ടി കാണാം. വണ്ടീൻ്റെ ഒരു ടയർ കാണാം. എന്തായാലും വേഗം ഓടട്ടെ. ഈ ഔട്ടറിലെ പിന്നെ ഇതൊക്കെ ആരുടെയാണെന്ന് പോലും അറിയില്ല എന്ന് പറയപ്പെടുന്ന കേട്ടോ.
അകത്തുള്ളത് ഫാമിലിൻ്റെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ പുറത്തുള്ളത് ആരുടെയാണ് എന്താണെന്നൊന്നും ആർക്കും പിടികിട്ടാൻ പറ്റില്ല. അങ്ങനെ ഒരു എന്താ പറയുക, നോക്കിയിട്ട് ആരുടെയാണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെയാണ് ബോർഡിലുള്ളത്. എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എൻട്രൻസിൽ അടുത്ത സ്പോട്ട് പിടിക്കാം. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങുന്ന ഇഷ്ടംപോലെ ട്രാക്ടറൊക്കെ പോകുന്നുണ്ടോ. ഇവിടുത്തെ മാർക്കറ്റാണ് കേട്ടോ. മാർക്കറ്റ് ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടോ അതിനുള്ളിൽ. പഴയ കുറേ സാധനങ്ങളുണ്ട്. പൊളി ഒന്നും പറയാനില്ല. ഇത് വൈറ്റ് മോസ്ക് എന്നറിയപ്പെടുന്ന സാധനമാണ് കേട്ടോ. വൈറ്റ് മോസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ വൈറ്റെല്ലാം പോയി, വളരെ പഴക്കം ആയതുകൊണ്ട്. എയ്റ്റീൻത്ത് സെഞ്ച്വറിയാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. 3 മിനാരമുള്ള ആ ഒരു ടൈപ്പില്ലേ, ആ സെയിം സാധനം. നമുക്ക് അകത്ത് പ്രവേശിക്കാൻ പറ്റില്ല, പൂട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെയാണെങ്കിൽ ചെറിയ മഴയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലെ സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരുപാട് പഴയ ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ദർവാസേൻ്റെ ഒരു നമ്മൾ കയറി വന്ന സ്ഥലം കേട്ടോ, കവാടം. ഹുഗ്ലി നദീൻ്റെ തീരത്ത് എല്ലാ സംഭവം കേട്ടോ. ഹുഗ്ലി നദി നമ്മളിതാ കൊൽക്കത്ത മുതൽ കാണുന്ന കേട്ടോ. അതിൻ്റെ തീരത്താണ് ഇതെല്ലാം പണിത് വെച്ചിട്ടുള്ളത്. മുർഷിദാബാദ് ശരിക്കും നമുക്കൊരു 2 ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ പ്രസിദ്ധമല്ലാത്ത കുറേ സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് പോകുന്ന വഴിയിലെല്ലാം കാണാൻ പറ്റും കേട്ടോ. പിന്നെയുള്ള വെച്ചാൽ പാർക്കിങ് ഭയങ്കര ശോകമാണ് എല്ലായിടത്തും. ഇതാണ് കൊട്ടാരത്ത വസീഫ് മൻസിൽ പാലസ്. പഴയ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളാട്ടോ. ഇപ്പോൾ ഈ പാലസിൻ്റെ 2 ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ കുറേ കാണാൻ പറ്റും. കുറേ വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പുതിയ പാലസ്. ഇവിടെ ഒരു ഐ ലവ് മുർഷിദാബാദ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു യെല്ലോ മാസ്ക് ഉണ്ട് കേട്ടോ. മോസ്ക്, യെല്ലോ മോസ്ക് കാണാൻ വേണ്ടി പോവാം. ഇന്നെന്തെങ്കിലും ഹോളിഡേ ആണോ? ഇന്ന് വെള്ളിയാഴ്ച ഒന്നല്ലല്ലോ, ഫുള്ള് അടച്ചിട്ടിട്ടില്ല കേട്ടോ.
പാലസ് എല്ലാം കാണാൻ വേണ്ടി വന്നയാ. നോക്കുമ്പോഴത്തേക്ക് ഇന്നില്ല പോലും, ഊട്ടി പോലും. 3:50 എത്ര സമയമൊന്നും ആയില്ല. എന്താ നിനക്കറിയില്ല. അടിപൊളിയായിട്ട് കാണാനുണ്ടായിരുന്നത്. എന്താ ചെയ്യാം. മഴ പെയ്ത്, മഴ നല്ല മഴയാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ച് വണ്ടിയിലേക്ക് പോകട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇല്ലല്ലോ എൻട്രൻസ് വേറെ അപ്പുറത്തേക്ക് കൂടെ വരണം. ഇതിൽ നമുക്ക് കയറാൻ പറ്റില്ല, ഇതെൻ്റെ ബാക്ക് സൈഡായി പോയി. അപ്പോൾ വണ്ടി എടുത്ത് നമുക്ക് തിരിച്ച് അതിലേക്ക് കൂടെ പോകേണ്ടി വരും. എന്തായാലും നമുക്ക് തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോവാം. ഇഷ്ടംപോലെ കാണാനുണ്ട് ഇവിടെ എല്ലാം. അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ അത്യാവശ്യം പൈസ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അസിമുന്നൈസ എന്ന് പറഞ്ഞ ഒരു ബീഗത്തിൻ്റെ ഒരു നവാബിൻ്റെ കാലത്തുണ്ടായ അവരെ വൈഫാട്ടോ. അവരെ ഒരു തൊമ്പാണ്. എല്ലാം ക്ലോസ്ഡാണ്. ഇന്നെന്താ അറിയില്ല. 4:50 ക്ലോസിംഗ് എന്ന് പറഞ്ഞിട്ട് 4:50 ആയില്ല. പുറത്തൊക്കെ കാണാൻ രക്ഷയുള്ളൂ കേട്ടോ. എല്ലാം ക്ലോസ്ഡാണ്. എല്ലാം എന്താ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന അറിയില്ല. 4:30 ആയില്ല, അതിന് മുന്നേ 4:50 സമയമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ക്ലോസ്ഡാണ് കേട്ടോ. എൻ്റെ ഒരു ബോർഡ്. ആയിരത്തി 1734 മരിച്ചതാണ്. ഇതെനിക്ക് കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായ ഒരു സ്ഥലം കേട്ടോ. 1100 കവർ സ്ഥാനങ്ങളുള്ള ഒരു സ്ഥലം. നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഇതുപോലെ കവർ സ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയോ കേട്ടോ. നമ്മളെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ ഇതുപോലെ കുറേ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മളിങ്ങനെ സ്മാരകം പോലെ കെട്ടാത്തതുകൊണ്ടായിരിക്കണം. ഇവിടെ എല്ലാവരും സ്മാരകം പോലെ കെട്ടും കേട്ടോ. ഇത് പഴയതാണ്, വളരെ പഴക്കമുള്ള സാധനങ്ങളാണ്. ഒരുപാട് പഴയ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. जाफर हाँ, इनका ओरिजिनल नाम लिखो है मीर सुजाउल मुल्क असमत दौला नवाब मीर मोहम्मद जाफर खान बहादुर मोहब्बत जंग नवाब नाजिम ऑफ बंगाल। 5 साल नवाबी किए थे ये। हाँ इधर 1757 से लेकर 1765 साल में ये मरे थे। उनका तो 2 चाचा है, 2 अंकल्स। हाँ 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 नजफ खान नजफी खान। हाँ हाँ ये उनका पिताजी का कबर है। ठीक है, मीर जाफर के पिताजी का कबर है, अहमद हुसैन नजफी।
हजारद्वारी जिसने बनवाया था हजारद्वारी पैलेस, उन्हीं की बेटी का कब्र है। बेटी का, ठीक है। सुल्तान गितियारा बेगम साहिबा। कब्र है, ये कबूतर का कब्र है। कबूतर, यहाँ पैगाम लेके जाना आना करता था, चिट्ठी। हाँ हाँ चिट्ठी, हाँ ओके हीरा लाल पन्ना लाल, ये ठीक है। दोनों का नाम है। हाँ ठीक है। मीर जाफर का 4 बेटा ही है, 1 2 3 4। नाजिमुद्दौला इधर, नाजिमुद्दौला, सैफुद्दौला, अशरफ दौला, मुबारक दौला। रायदुंजा। और ये कुछ बड़ा है ना, ये तीनों। हजारद्वारी जो है, हाँ हजारद्वारी के मालिक हाँ नवाब नाजिम हुमायूं जा, हाँ ये बनवाए थे। उनका पिताजी का कब्र वाला जा, आली जा, इन लोग 2 भाई। इन लोग का तस्वीर हजारद्वारी के अंदर में दिया हुआ है। हाँ, हो गया। കുറേ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ആരുടെ ആണെന്നൊന്നും നമുക്കറിയില്ല. കുറച്ച് പേര് എഴുതിച്ചിട്ടുണ്ട്, കുറേ എണ്ണത്തിന് പേരില്ല. അപ്പോൾ ആരുടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഫുള്ള് പരന്ന് കിടക്കണ സ്ഥലം. 10 റുപ്യ ടിക്കറ്റേ ഉള്ളൂ. 10 റുപ്യക്കൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കാണാം, അത്ര തന്നെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് വിടുവാണ്. മുർഷിദാബാദിനോട് വിട പറയുകയാണ്. നേരെ ഇനി സിലിഗുരിയാണ് പോകുന്നത്. സിലിഗുരിയിൽ ഇഷ്ടംപോലെ പിന്നെ എന്തുണ്ട് പ്ലേസസ് കാണാനുണ്ട്. കേരളം തട്ടുന്നുണ്ട്, മരമെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ. ചെറിയ റോഡുകളാട്ടോ. മുർഷിദാബാദ് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ ചെറിയ ഗ്രാമങ്ങളാണ് കേട്ടോ ഇവിടെയെല്ലാം. ഇവിടുത്തെ കുറേ ആൾക്കാരോട് ഞാനിപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞു. എല്ലാവരും കേരളത്തിൽ പണിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് അധികം ആൾക്കാരും. അവർ പറയുന്നത് ഇവിടെ ഒരു ദിവസം ഫുൾ പണിയെടുത്താൽ അവർക്ക് കിട്ടുന്ന 300 റുപ്യ ആവില്ല. 300 റുപ്യ ഒരു ദിവസം ഫുള്ളെടുത്താലും പണിക്കൂലി. അതുകൊണ്ട് നാട്ടിലേക്ക് എല്ലാവരും വരുന്നത്. ആടെ എന്ന് വെച്ചാൽ അവർക്കൊരു 700 റുപ്യ ഇട്ടാൽ തന്നെ അവർക്ക് ഭയങ്കര ലാഭമാണെന്ന് അവർ പറയും. ടാഗോറിൻ്റെ ഒരു പ്രതിമയിലും കാണാം കേട്ടോ. ഗ്രാമങ്ങൾ എല്ലാവരും വണ്ടിയിലേക്കാണ് തുറച്ച് നോക്കട്ടോ. എവിടുന്ന് വരുന്നടാ എന്നുള്ള ലെവലിൽ നിങ്ങൾ നോക്കി എന്ത് രസമാണ് നോക്കിയ സ്ഥലം കാണാൻ. കേരളം പോലെ തന്നെ വളരെ സുന്ദരമാണ്. മണ്ണെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത്. എന്താണെന്ന് എനിക്കറിയില്ല. അടിപൊളി വഴിയാട്ടോ. ഇതേപോലത്തെ സ്ഥലങ്ങളാണ്. നല്ല രസമില്ലേ? നമ്മളെ നാട് പോലെ തന്നെയല്ലേ? വളരെ അടിപൊളിയാണ്. ഏതാ വരുത്തനതാ നല്ല ഏതാ ബൈക്കാണല്ല DSആ. പുതിയ മോഡൽ ഹിമാലയനാണ്. പുതിയ മോഡൽ ഹിമാലയനിൽ ആരെയോ പൊന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലെ പല ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. കാണാൻ ഭയങ്കര നേച്ചർ, ഭയങ്കര ബ്യൂട്ടിയാണ്. ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് ഇവിടെല്ലാം കണ്ടോ. നല്ല നോക്കിയാട്ടെ, ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്കില്ലേ ഇങ്ങനെ പോകായിരുന്നു.
ഈ രണ്ടെണ്ണത്തിൻ്റെ നടുവിലൂടെ ചെറിയൊരു വഴി. നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗ്രാമങ്ങളെല്ലാം അതീവ സുന്ദരമാണ്. അതിൻ്റെ കൂടെ നമ്മളെ വണ്ടിക്ക് ഭയങ്കര ഇതാട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പോലീസുകാരെ ശ്രദ്ധിക്കുന്നുണ്ട്, അതാ എൻ്റെ പേടി. കണ്ണടിക്കാൻ കയറിയിട്ടേ ഉള്ളത്. അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. നമുക്കിനി സിലിഗുരിയാണ് പോകേണ്ടത്. സിലിഗുരിക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. കാണിക്കുന്നത് 7 മണിക്കൂർ കേട്ടോ. 7 മണിക്കൂർ 16 മിനിറ്റ്, 319 കിലോമീറ്റർ. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കേട്ടെന്താണെന്നറിയോ? കേരളത്തിൽ പണിക്ക് വന്നിട്ടുണ്ട് എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ കേരളത്തിനെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ കുറേ കേട്ടിട്ടാ. പിന്നെ അവർ കേരളത്തിൽ നാട്ടിലൊക്കെ പണിക്ക് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പെട്രോൾ പമ്പ് എണ്ണടിക്കുമ്പോൾ ചങ്ങാനോട് പറഞ്ഞു, ഞാൻ കേരളത്തിൽ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ പിന്നെ വണ്ടി എടുക്കലെന്നെല്ലാം പറഞ്ഞു. ആൾക്കാർക്ക് കേരളം ഭയങ്കര ഇഷ്ടമാട്ടോ. കേരളം വണ്ടി കാണുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മളെ ഗൾഫ് പോലെയാണ് ഇവർക്ക് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആൾ പറയാതെ തിരിച്ച് പോകണം, ഏട്ടനിപ്പോൾ ആടെ ഉണ്ട്, തിരിച്ചൊന്നും കൂടെ പോകണം എന്നെല്ലാം പറയാം. കേരളത്തിലാന്ന് പറഞ്ഞാൽ ഇവർക്ക് പെണ്ണും കിട്ടും പോലും. എന്താ കഥ. നമ്മളെ നാട്ടിലാണെങ്കിൽ സർക്കാർ ജോലി ഓരോ കഥകൾ.